ലോകസാഹിത്യ നായകനായ കൗളിയോ ടോൾസ്റ്റോയുടെ മനോഹരമായൊരു ലഘു നോവലിൻ്റെ കഥാപ്രസംഗാവിഷ്കരണം സനാറ്റ. ക്രൂയിസ്റ്റർ സനാറ്റ. സനാറ്റ. ഞാനിരുന്ന കമ്പാർട്ട്മെൻറ്റിലെ യാത്രക്കാരെല്ലാം ആ സ്റ്റേഷനിൽ ഇറങ്ങി. തീവണ്ടി വീണ്ടും സ്റ്റേഷൻ വിട്ടു. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ കമ്പാർട്ട്മെൻറ്റിൽ. ഹായ്, രാജകീയമായ യാത്ര. എനിക്ക് വേണ്ടി മാത്രം ഒരു കമ്പാർട്ട്മെൻറ്റ്. എന്ത് ബഹളമായിരുന്നതിനകത്ത്. ഇപ്പോൾ നിശബ്ദം. എനിക്ക് ഇപ്പോഴീ തീവണ്ടി മുറിക്കകത്ത് സ്വാതന്ത്ര്യമായിട്ട് നടക്കാം, ഇരിക്കാം, കിടക്കാം. ഞാൻ എഴുന്നേറ്റു, നടന്നു മറ്റേ അറ്റം വരെ ചെന്നപ്പോൾ ആ ബെഞ്ചിൽ ഒരു യാത്രക്കാരൻ്റെ ബാഗും ഫ്ലാസ്കും മറ്റും മറന്നു വെച്ച് പോയതായിരിക്കാം. ഇല്ല, പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. അയാൾ പുറത്തേക്ക് വന്നു. എൻ്റെ ധാരണ തെറ്റി. ഞാൻ ഒറ്റയ്ക്കല്ല. ആരോടും മിണ്ടാതിരുന്ന ആ യാത്രക്കാരൻ. അയാളെ ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ തിരികെ വന്നെൻ്റെ സീറ്റിലിരുന്നു. അയാളുടെ സീറ്റിലും. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം നീക്ഷക്കാരൻ, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം നീക്ഷക്കാരൻ, തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം വീക്ഷക്കാരൻ. ഈ കമ്പാർട്ട്മെൻറ്റിലെ സകല യാത്രക്കാരുടെയും ശ്രദ്ധ ആകർഷിച്ചൊരു മനുഷ്യൻ. എന്തെല്ലാം വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ടു. ഈ കഴിഞ്ഞ സ്റ്റേഷനിലെത്തും വരെ ഞാൻ ഉൾപ്പെടെ എല്ലാ യാത്രക്കാരും അവരവരുടെ ലോകവിജ്ഞാനം എടുത്ത് വിളമ്പാൻ കിട്ടിയ ഒരവസരവും പാഴാക്കില്ല. തകർപ്പൻ വാചകമടിയായിരുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ മാത്രം നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു, നരകേറിയ ചുരുളൻ മുടിയിൽ വിരലോടിച്ചലസമിരുന്നു, നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകെട്ടി, നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകെട്ടി, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം വീക്ഷക്കാരൻ, തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം വീക്ഷക്കാരൻ. അയാൾ ഫ്ലാസ്ക് തുറന്നു. തേയില വെള്ളം ഗ്ലാസ്സിൽ പകർന്നു. ഒറ്റ വലിക്കകത്താക്കി. പിന്നെ ഒരു സിഗരറ്റ് കത്തിച്ചു. കൂടുകൂടാ പുക വിടുന്നു. അയാൾ ഒരു ചെറിയ തീവണ്ടി എഞ്ചിൻ തന്നെ. വീണ്ടും ഫ്ലാസ്ക് തുറക്കുന്നു. തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും, തെരുതരയാ തേയില വെള്ളം തിളയോട് പകർന്നു കുടിക്കും, പുകവലി മധ്യവയസ്കന് മതിയായില്ലൊരു പുകവലി മധ്യവയസ്കന് മതിയായിട്ടില്ലൊരു നിമിഷം, നീലക്കോട്ടും വെള്ളക്കോളറും അണിഞ്ഞു ചുവന്ന ടൈകെട്ടി, കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം വീക്ഷക്കാരൻ. ഇയാളോടൊന്ന് സംസാരിച്ചാലെന്താ? ഇയാളുടെ മൗനവ്രതത്തിന് വിരാമം ഇട്ടാലെന്താ? ഞാൻ എഴുന്നേറ്റ് അടുത്തിയെന്നു. അയാളുടെ സമീപത്തിരുന്നു. എന്നിട്ട് അയാളും തിരിഞ്ഞു നോക്കണമല്ലോ. പക്ഷെ ഞാൻ വിട്ടില്ല. എങ്ങോട്ട് പോവുകയാ? അയാൾ തിരിഞ്ഞു നോക്കി. മണിക്കൂറുകളായിട്ട് അങ്ങ് ആരോടും മിണ്ടാതിരിക്കുകയാണല്ലോ. നമുക്ക് സംസാരിക്കാം. യാത്ര മുഷിയണ്ട. അങ്ങ് എവിടേക്കാണ്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. ഇല്ല, സംസാരിക്കാതിരിക്കുന്നതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അയാൾ മൗനവ്രതം ലംഘിച്ചു. മണിക്കൂറുകളായി അയാൾ പാലിച്ച മൗനം ലംഘിച്ചു. അങ്ങ് എവിടെ നിന്ന് വരുന്നു? ഏത് നാട്ടിൽ നിന്ന്? ഞാൻ നാട്ടിൽ നിന്നല്ല, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. 7 വർഷത്തെ കഠിന തടവും കഴിഞ്ഞുള്ള വരവാണ്. ഞാനൊന്ന് ഞെട്ടി. ആരെങ്കിലും മരണമടഞ്ഞെന്ന് കേൾക്കുമ്പോൾ മന്ത്രിമാരുടെ ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടലല്ല. യഥാർത്ഥ ഭയത്തിൽ നിന്ന്, അമ്പരപ്പിൽ നിന്നുണ്ടായ ഞെട്ടൽ. അങ്ങ് എന്തിന് ജയിലിൽ പോയി? എന്തിനങ്ങേ ജയിലിൽ അടച്ചു? അത് പറഞ്ഞാൽ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാകുമോ നിങ്ങൾക്ക്? അങ്ങ് പറയണം. എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാനൊരു വലിയ കുടുംബത്തിലെ അംഗമാണ്. ഉന്നത ജീവിത സൗഭാഗ്യമാർന്നൊരു ജന്മീഗൃഹത്തിൽ ജനിച്ചു. വിദ്യാലയങ്ങൾ കലാശാലകൾ നൽകി വിസ്തൃതമാം ബിരുദങ്ങൾ. കുടുംബമഹിമയുടെ തൊപ്പിയിൽ ഒരു തുവൽ കൂടി ഇരിക്കട്ടെ എന്ന് കരുതി ബിരുദമെടുത്തു. എൻ്റെ സ്നേഹിതന്മാരെല്ലാം സതീർത്ഥ്യന്മാരെല്ലാം വലിയ മുതലാളി കുഞ്ഞുങ്ങളായിരുന്നു. ഞങ്ങൾ മദ്യപിച്ച് പോലും ക്ലാസ്സിൽ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം പ്രൊഫസർ പിടികൂടി പുറത്താക്കി. കാരണം ഞങ്ങളുടെ പ്രൊഫസർ ഞങ്ങളെക്കാൾ ഭയങ്കര തണിയായിരുന്നു. 2 ആഴ്ചയ്ക്ക് സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ഒരു രസം. പഠിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം വായിച്ചിട്ടില്ല. എങ്കിലും ഞാൻ ബിരുദധാരിയെ. അതൊക്കെ ഒരു തിരിമറി ഏർപ്പാടാണ്. പരീക്ഷയ്ക്ക് ഞാൻ കൊണ്ടുവച്ചെഴുതി.
സൂപ്പർവൈസ് ചെയ്ത ഒരു അധ്യാപകനും അത് കണ്ടതായി ഭാവിച്ചിട്ടില്ല. അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ആരുടെ മകനാണെന്നും ആരുടെ അനന്തരവനാണെന്നും അറിയാം. എൻ്റെ സാമ്പത്തിക ശേഷിയും എൻ്റെ ആൾശേഷിയും ഒക്കെ അവർക്ക് നല്ല നിശ്ചയമാണ്. പരീക്ഷ അവസാനിക്കുന്നൊരു തലേന്നാൾ എൻ്റെ ഹാളിൽ സൂപ്പർവിഷൻ വന്നൊരു പുതിയ വാദ്യാരായിരുന്നു. അയാൾ പുതുതായിട്ട് സ്ഥലം മാറി വന്ന എല്ലാവരെയും ഒന്നും അയാൾ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ നോട്ട് ബുക്ക് തുറന്നിട്ട് നിർബാധം കാപ്പി അടിക്കുകയാണ്. വെറുതെ ഒരു പേനാക്കത്ത് ഞാൻ നിവർത്തി ഡെസ്കിന്മേലിട്ടിരുന്നു. അതൊരു വിരട്ട് പണിയാണ്. ഒരുവിധപ്പെട്ട വാദ്യന്മാർ അടുക്കത്തില്ല. ഒരു പുതിയ മനുഷ്യൻ, ഈ പുതിയ ലെക്ചറർ വന്ന് എൻ്റെ അടുത്ത് നിന്നു. ഞാൻ യാതൊരു പേടിയും കൂടാതെ കോപ്പി എഴുതി തുടർന്നു. പക്ഷേ ലെക്ചറർ ആദ്യം കത്തിയെടുത്ത് മടക്കി അദ്ദേഹത്തിൻ്റെ പോക്കലിലിട്ടു. അപ്പോഴേ എൻ്റെ കാറ്റ് പകുതി പോയി. ലെക്ചറർ എൻ്റെ നോട്ട് ബുക്ക് കൈവശപ്പെടുത്തി. എൻ്റെ പേപ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ലെക്ചറർ എനിക്ക് ഗെറ്റ് ഔട്ട് പറഞ്ഞു. ഞാൻ അനുസരിച്ചില്ല. അദ്ദേഹം വെളിയിൽ പോയി ചീഫ് എക്സാമിനറോട് പറഞ്ഞു. എന്നെ 6 വർഷത്തേക്ക് ഡീബാർ ചെയ്തു. ഇതൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അടുത്ത ദിവസം വൈകിട്ട് 5 മണിക്ക് പരീക്ഷ കഴിഞ്ഞ ആ പാവപ്പെട്ട ലെക്ചറർ കോളേജ് വിട്ട് താമസസ്ഥലത്തേക്ക് പോവുക. പൊടുന്നനെ പുള്ളിക്കാരനെ എൻ്റെ ആൾക്കാർ വളഞ്ഞു, പോതിര തല്ലി. പിന്നെ നാട്ടുകാർ ഓടിക്കൂടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. 6 വർഷം ഡീബാർ ചെയ്യപ്പെട്ട ഞാൻ അടുത്ത വർഷം പരീക്ഷയ്ക്കിരുന്നു. അതൊക്കെ ആ അനുവാദം ഞാൻ നേടി. പിന്നെ കാപ്പി അടിക്കാൻ ശ്രമിച്ചില്ല. പേപ്പർ വാല്യൂ ചെയ്യുന്നിടത്ത് പോയി വേറെ ആൻസർ പേപ്പർ കൊടുത്തു. ഞാൻ ക്ലാസ്സോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. പൊന്നും പണവും പ്രതാപവും ചേർന്നവർക്കെന്നും ലഭിക്കും പ്രഭുത്വം. എന്നെ അണിയിച്ച രത്നകിരീടങ്ങൾ എല്ലാം മേടിഞ്ഞു ഞാൻ പോന്നു. ഇപ്പോഴെനിക്ക് ആകപ്പാടെ സ്വന്തമായുള്ളത് കണ്ടില്ലേ? നാറി മുഷിഞ്ഞൊരീ വേഷവും ശൂന്യമാം കീറിയ സഞ്ചിയും മാത്രം. നാറി മുഷിഞ്ഞൊരീ വേഷവും ശൂന്യമാം കീറിയ സഞ്ചിയും മാത്രം. അല്ല, അങ്ങ് വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞു. ആ സമ്പത്തൊക്കെ അതോ അന്തമില്ലാത്തോരൻ സമ്പൽ സമൃദ്ധികൾ എൻ്റെ മക്കൾക്കായി ഞാൻ നൽകി. അന്തമില്ലാത്തോരൻ സമ്പൽ സമൃദ്ധികൾ എൻ്റെ മക്കൾക്കായി ഞാൻ നൽകി. ഒരു കാര്യത്തിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. പാഴിൽ കളഞ്ഞു ഞാൻ ധന്യ ജീവിതം 7 വർഷം കൽത്തുറുങ്കിൽ. 7 വർഷം കൽത്തുറുങ്കിൽ. ഇപ്പോഴങ്ങ് എവിടത്തേക്കാണ് പുറപ്പെട്ടിരിക്കുന്നത്? പറയാം. ഏറെ വിദൂരമാം ഗ്രാമത്തിലുണ്ട് എനിക്കേറെ ചെറുതൊരു തോട്ടം. ഏറെ വിദൂരമാം ഗ്രാമത്തിലുണ്ട് എനിക്കേറെ ചെറുതൊരു തോട്ടം. ആശ്രമതുല്യമതിലുണ്ട് എനിക്കൊരു വിശ്രമയോഗ്യമാം ഗേഹം. ആശ്രമതുല്യമതിലുണ്ട് എനിക്കൊരു വിശ്രമയോഗ്യമാം ഗേഹം. ഇപ്പോഴങ്ങോട്ടാണ്. ഏതാണ്ടൊരു സന്യാസ ജീവിതത്തിൻ്റെ പ്രാരംഭമാണ്. അല്ല, 7 വർഷം അങ്ങേ കഠിന തടവിന് ശിക്ഷിക്കത്തക്ക വിധം അങ്ങ് ചെയ്ത കുറ്റം പറയാം, എല്ലാം പറയാം. പ്രിയപ്പെട്ട സുഹൃത്തേ, സഹയാത്രിക, അങ്ങയുടെ പേര്? ഞാൻ എൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. സുഹൃത്തേ, വിവാഹത്തിന് മുമ്പ് ഞാൻ അല്പം പിഴയായിരുന്നു. അല്ല, നമ്മളെല്ലാം കുറേയൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞു, അല്ല ഞാനങ്ങനെ ആയിരുന്നില്ല. ഓഹോ, എങ്കിലത് നല്ല കാര്യം. ഞങ്ങൾ സൗകര്യക്കാരുടെ മക്കൾ ഭൂരിപക്ഷം അങ്ങനെ തന്നെ ആയിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രത്യേക ലൈസൻസ് ഉള്ളതുപോലെയാണല്ലോ. അന്നൊരു ദിവസം എൻ്റെ ഒരു ഉറ്റ തോഴൻ സ്വകാര്യമായിട്ട് എന്നോട് ചോദിച്ചു, ഡേയ്, നീ ഇങ്ങനെ വേഷവും കെട്ടി വലിയ ഭാവം ചമഞ്ഞ് നടന്നാൽ മതിയോടാ. പിന്നെന്ത് വേണം ആശാനെ? നീ ഇങ്ങനെ പച്ച കാണാതെ നടന്നാൽ മതിയോന്ന്? പച്ച കാണാതെ നീ വരൂ. ജീവിതത്തെ സംബന്ധിച്ച് സ്വല്പം പ്രായോഗിക വിജ്ഞാനം, ലേശം പ്രാക്ടിക്കൽ നോളജ് നേടണം. അങ്ങനെയാണ് സുഹൃത്തൊരാളും സതീർത്ഥനൊരു നാൾ ക്ഷണിച്ചു പോയി ഞാൻ. പരിചിതമല്ലാത്തൊരു വീട്ടിൽ ഞാൻ കടന്നയാളുടെ പിൻപേ. സുഹൃത്തൊരാളൻ സതീർത്ഥനൊരു നാൾ ക്ഷണിച്ചു പോയി ഞാൻ. പരിചിതമല്ലാത്തൊരു വീട്ടിൽ ഞാൻ കടന്നയാളുടെ പിൻപേ. നന്നായി ഫർണിഷ് ചെയ്ത ഒരു സ്വീകരണ മുറി, മോഡേൺ സ്റ്റൈലിലുള്ള സെറ്റുകളും ടീപ്പോയും മറ്റും ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയ ഒരു പ്രൗഢാംഗന ഇതാ മുറിയിലേക്ക് കടന്നു വരുന്നു. എൻ്റെ സുഹൃത്ത് ഞങ്ങളെ പരസ്പരം പരിചയപ്പെടുത്തി. ഞങ്ങൾ ഹസ്തദാനം ചെയ്തു. ആളാരാണെന്ന് അറിയണ്ടേ? വിദൂര ജില്ലാ ഭരണാധിപനുടെ വീട്ടുകാരിയാണ് തരുണി.
വിദൂര ജില്ലാ ഭരണാധിപനുടെ വീട്ടുകാരിയാണത്തനുൻ. ഗൃഹനായകനില്ലാത്തൊരു രാത്രി ഗൃഹനായികയുടെ സൽക്കാരം. ഗൃഹനായകനില്ലാത്തൊരു രാത്രിയിൽ ഗൃഹനായികയുടെ സൽക്കാരം. വിഭവസമൃദ്ധമൊരത്താഴമ്പിൻ അഭൂതപൂർവമൊരനുഭൂതി. വിഭവസമൃദ്ധമൊരത്താഴമ്പിൻ അഭൂതപൂർവമൊരനുഭൂതി. ആ അനുഭൂതി എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ആ അനുഭൂതി തികച്ചും അവിഹിതമായിരുന്നു എന്ന് പറയാൻ ഇന്നെനിക്ക് മടിയില്ല. പക്ഷേ അതിൻ്റെ ധീരകൃത്യങ്ങളിലൊന്നായി കുറേ നാൾ ഞാൻ പറഞ്ഞു നടന്നിരുന്നു. ഞാനത് കുറ്റക്കാരനല്ല എന്ന നാട്ടിത്തി. ഇങ്ങനെ കാലം കുറേ മുമ്പോട്ട് ഒഴുകിയപ്പോൾ സുഹൃത്തെ, എൻ്റെ ജീവിതം ലേശം കുത്തഴിഞ്ഞു എന്നൊരു തോന്നൽ എനിക്ക് മാത്രമല്ല, എൻ്റെ വേണ്ടപ്പെട്ടവർക്കൊക്കെ. അവരെന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പ്രഭുകുമാരന്മാർ ക്ലബ്ബുകളിൽ സമ്മേളിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ കോളായിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചെയ്തിരിക്കും. എന്തിനാണെന്നറിയാവോ? ഞങ്ങളുടെ ഏഭ്യത്തരം മറച്ചു വയ്ക്കാൻ. ഞാൻ പെണ്ണ് കാണാൻ പോക്ക് തുടങ്ങി. എന്നെപ്പോലൊരുത്തൻ എൻ്റെ സഹോദരിയെ പെണ്ണ് കാണാൻ വന്നാൽ ഞാൻ അവൻ രഹസ്യമായിട്ട് വിളിച്ച് മാറ്റി നിർത്തി പറയും, ഡേയ്, നിന്നെയും നിൻ്റെ സെറ്റിൽപ്പെട്ടവരെയും എനിക്കറിയാം, നിൻ്റെ കമ്പനിയും കൾച്ചറും എല്ലാം എനിക്കറിയാം. നീ തൽക്കാലം പോ, നീ വേറെ പോയി തിരക്ക്. പക്ഷേ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ട് ആരും എന്നോട് ഇത് പറഞ്ഞില്ല. പറയേണ്ടതായിരുന്നു, ഞാനതിന് അർഹനാണല്ലോ. കാരണം ഈ പെണ്ണ് കാണാൻ പോക്കിനിടയിലും എൻ്റെ അവിശുദ്ധ ജീവിതം ഞാൻ തുടരുന്നുണ്ടായിരുന്നു. അവിശുദ്ധികളുടെ ഇടനാഴികളിൽ അനവരതം പദമൂന്നി. അവിശുദ്ധികളുടെ ഇടനാഴികളിൽ അനവരതം പദമൂന്നി. വിശുദ്ധ കന്യകയെ കണ്ടെത്താൻ അലഞ്ഞു ഞാൻ നാടാകെ, അലഞ്ഞു ഞാൻ നാടാകെ. ഞാൻ എത്ര ചീത്തയായാലും എൻ്റെ ഭാര്യ നിഷ്കളങ്കയായിരിക്കണം, അതാണ് നിർബന്ധം. അതെൻ്റെ മാത്രം നിർബന്ധമാണോ മിസ്റ്റർ? പുരുഷവർഗത്തിൻ്റെ ആകെ ഒരു സ്വാർത്ഥതയല്ലേ ഇത്? എത്ര പെൺവീട്ടുകാർ എനിക്ക് വിരുന്നൊരുക്കി. പക്ഷേ 1-2 വീട്ടുകാർ ബുദ്ധിപൂർവ്വം പെരുമാറി. അവർ പറഞ്ഞു, ചെറുക്കൻ വീട്ടിൽ വന്ന് പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ചിലാണ്. അതുകൊണ്ട് പെണ്ണിൻ്റെ ഫോട്ടോ തന്നയക്കാം, ഇഷ്ടമായി എന്ന് അറിയിച്ചാൽ മതി, പിന്നെ മുന്നോട്ടുള്ള ആലോചന. അത് പറഞ്ഞവർ ബുദ്ധിമാന്മാർ. വിരുന്നൊരുക്കലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ. മാത്രമല്ല, ആവശ്യമില്ലാത്ത അല്ലാതെ എൻ്റെ മുമ്പിൽ നിന്ന് വാലാട്ടേണ്ട കാര്യമില്ലല്ലോ. ഈ ബുദ്ധി ഇല്ലാത്തവർ എനിക്ക് വിനയാന്വിതരായി എൻ്റെ മുമ്പിൽ വന്ന് വിളമ്പിത്തന്നു. എത്ര പെൺകുട്ടികൾ ഉടുത്തൊരുങ്ങി എൻ്റെ മുമ്പിൽ കാപ്പിത്തട്ടം കൊണ്ടുവച്ച് കടക്കണ്ണുകൊണ്ട് എന്നെ ഒഴിഞ്ഞു നോക്കിപ്പോയി. പക്ഷേ കണ്ടതിനൊന്നിനും അർഹത കണ്ണിൽ എൻ സഹധർമ്മിണിയാവാൻ. കളങ്കമേലാത്തൊരു കന്യകയെ കണ്ടെത്തി ഞാനൊടുവിൽ. കളങ്കമേലാത്തൊരു കന്യകയെ കണ്ടെത്തി ഞാനൊടുവിൽ. ആ പെൺകുട്ടി എനിക്ക് നന്നായി പിടിച്ചു. ഞാനത് പിന്നെ പല സുഹൃത്തുക്കളോടും പറയുകയും ചെയ്തു. എന്താണ് അത്രത്തോളം പറഞ്ഞു നടക്കാൻ കാര്യം? പറയാം. അന്ന് രാത്രി അവളെക്കുറിച്ച് ഞാൻ വളരെ നേരം ചിന്തിച്ചിരുന്നു. അവസാനം അവളെക്കുറിച്ചൊരു കവിത വരെ ചമച്ചു. എനിക്ക് എഴുതാൻ കഴിവുള്ളവനല്ല, പക്ഷേ ഞാൻ എഴുതിപ്പോയി. കേൾക്കണോ നിങ്ങൾക്കത്? കേട്ടാ കൊള്ളാം. തളിരധരം വികാരസാന്ദ്രം നയനം ചുരുളകം വീണലയും നെറ്റി തടം തൊടുത്ത കപോലം. അചുംബിതം തളിരധരം വികാരസാന്ദ്രം നയനം ചുരുളകം വീണലയും നെറ്റി തടം തൊടുത്ത കപോലം. അടുത്ത 2 വരി എഴുതാൻ ഞാൻ കുറേ അധികം ചിന്തിക്കേണ്ടി വന്നു. അവിടെ നുണക്കുഴിയെക്കുറിച്ച്. അവസാനം ഞാൻ കുറിച്ചു, ഏതൊരഭൗമിക ശില്പി കടഞ്ഞി ചേതോഹരമാം നുണക്കുഴി. ഏതൊരഭൗമിക ശില്പി കടഞ്ഞി ചേതോഹരമാം നുണക്കുഴി. കട്ടിൽ ഞാൻ തിരിഞ്ഞും മറിഞ്ഞങ്ങനെ കിടന്നു. അവൾ കാപ്പി കൊണ്ടുവച്ചിട്ട് അകത്ത് പോയി ഒന്ന് തിരിഞ്ഞു നോക്കി. അത് ഞാൻ ഓർക്കുന്നു. ഞാനൊന്ന് ചിരിച്ചു, അവളും ചിരിച്ചു. ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി, പ്രിയപ്പെട്ടവളെ, നിന്മന്ദസ്മിതരശ്മികളാലൻ മനസ്സിന്ദുവിൽ തിരയിളകി. നിന്മന്ദസ്മിതരശ്മികളാലൻ മനസ്സിന്ദുവിൽ തിരയിളകി. അവരുടെ കുടുംബസ്ഥിതിയും തിരക്കേടില്ല. ഒരു വലിയ ഭൂവുടമയായിരുന്നു അവളുടെ അച്ഛൻ. ഒരമ്മയ്ക്ക് അവർ 3 മക്കൾ. അവൾക്കൊരു സഹോദരിയും ഒരു സഹോദരനും മാത്രം. ഈ ബന്ധം ഉറപ്പിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു വ്യവസ്ഥ. തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് എനിക്ക് അവളോട്
സംസാരിക്കണം ഒറ്റയ്ക്കിരുന്നു. അവിടെ വീട്ടുകാരെ സമ്മതിച്ചു. ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ഒരുക്കി തന്നു. ഞാനും അവളും മാത്രം ഒരു തുറന്ന ബോട്ടിൽ, നല്ല നിലാവുള്ള രാത്രി. ഒരു നിലാച്ചോലയിൽ ഒരു സ്വപ്ന നൗകയിൽ ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു. ഒരു നിലാച്ചോലയിൽ ഒരു സ്വപ്ന നൗകയിൽ ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു. അവളുടെ കടമിഴി കോണും കാർകൂന്തലും അഴകുറ്റോരവയവ ഭംഗിയും, അവളുടെ കടമിഴി കോണും കാർകൂന്തലും അഴകുറ്റോരവയവ ഭംഗിയും. ഒരു നിലാച്ചോലയിൽ ഒരു സ്വപ്ന നൗകയിൽ ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു. നറുനിലാവിൻ സുധാരശ്മികളിൽ ഒരു നവ്യ പരിവേഷം ചാർത്തി, നറുനിലാവിൻ സുധാരശ്മികളിൽ ഒരു നവ്യ പരിവേഷം ചാർത്തി, ഒരു നവ്യ പരിവേഷം ചാർത്തി. ഒരു നിലാച്ചോലയിൽ ഒരു സ്വപ്ന നൗകയിൽ ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു, ഒരുമിച്ചു ഞങ്ങളിരുന്നു. സുഹൃത്തെ, അവിവാഹിതയായ ഒരു യുവതി എന്തിനാണ് ഇത്ര ചേതോഹരമായി വേഷമണിക്കുന്നത്? പെട്ടെന്നാണ് ആ യാത്രക്കാരൻ എൻ്റെ നേർക്ക് ആ ചോദ്യം എടുത്തെറിഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് അവിടെ ഒരു സുഖത്തിന് വേണ്ടി. തെറ്റ് തെറ്റ് തെറ്റ്, മറ്റുള്ളവർ സുഖത്തിന് വേണ്ടി ഇത് പറയൂ. കാറ്റിലാടുന്ന വല്ലികൾ പോലെയുള്ള ഭുജങ്ങൾ ആക്കിക്കൊണ്ട് ഫ്രാക്ക് ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിതംബം ചലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന എന്തിനാണ്? അന്യോന്യം ഉൽപീഡനം ചെയ്യുന്ന സ്ഥനദ്വയം പകുതി കാണത്തക്ക വിധത്തിൽ ബ്ലൗസിൻ്റെ കഴുത്ത് വെട്ടിയിറക്കി നടക്കുന്ന എന്തിനാണ്? എല്ലാം അന്യർക്ക് വേണ്ടി. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മിസ്റ്റർ? എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി, അവളേക്കാൾ ഞാൻ എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി. എന്നുടൽ നോക്കൂ, എൻ മിഴി നോക്കൂ, എന്നധരങ്ങളിൽ നോക്കൂ. അവളേക്കാൾ ഞാൻ എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി. എന്നുടൽ നോക്കൂ, എൻ മിഴി നോക്കൂ, എന്നധരങ്ങളിൽ നോക്കൂ. അവളേക്കാൾ ഞാൻ എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി. കാറ്റിലാടുന്ന വല്ലികൾ പോലെ ഇടത്തും വലത്തും തിരിഞ്ഞവൾ നിശബ്ദമായി ചെയ്യുന്ന ആഹ്വാനം എന്താണെന്ന് അറിയുമോ? ഇറക്കി വെട്ടിയ കഴുത്തു നോക്കൂ, ഇറക്ക മറ്റൊരു ഫ്രാക്കു നോക്കൂ. ഇറക്കി വെട്ടിയ കഴുത്തു നോക്കൂ, ഇറക്ക മറ്റൊരു ഫ്രാക്കു നോക്കൂ. കടഞ്ഞെടുത്തൊരു കാൽവണ്ണകഥൻ കവിതാ ഭംഗികൾ നോക്കൂ. കടഞ്ഞെടുത്തൊരു കാൽവണ്ണകഥൻ കവിതാ ഭംഗികൾ നോക്കൂ. തെരഞ്ഞെടുക്കൂ കവിയായ എന്നെ, എന്നെ എന്നെ മാത്രം. തെരഞ്ഞെടുക്കൂ കവിയായ എന്നെ, എന്നെ എന്നെ മാത്രം. ഞാൻ എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി. എന്നുടൽ നോക്കൂ, എൻ മിഴി നോക്കൂ, എന്നധരങ്ങൾ നോക്കൂ. അവളേക്കാൾ ഞാൻ എത്ര സുന്ദരി മറ്റവളേക്കാൾ മനോഹരി. അങ്ങനെ ആ ആഹ്വാനം ഞാൻ ചെവിക്കൊണ്ടു. അവളെ എൻ്റെ ജീവിത സഖിയായി തിരഞ്ഞെടുത്തു. എത്ര സുന്ദരിയാണ് എൻ്റെ ഭാര്യ. എനിക്ക് അഭിമാനം തോന്നി. എനിക്ക് അവളെ ലോകം മുഴുവൻ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കണമെന്ന് തോന്നി. ഈ കാലഘട്ടത്തിൽ മോട്ടോർ സൈക്കിൾ വളരെ സഹായകമാണ്. പുറകിലിരിക്കുന്ന ഭാര്യയെ മാളവരെല്ലാം കണ്ടോളുമല്ലോ. ഭാര്യയ്ക്ക് മാളവരെല്ലാം കാണുകയും ചെയ്യാമല്ലോ. ഭർത്താവ് വണ്ടി ഓടിക്കുകയല്ലേ. ഞാൻ എൻ്റെ മെസ്സിയെ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. പലരും പറഞ്ഞത്,
ഇടയിൽ നീ ഭാഗ്യവാൻ, എടാ നീ കോളടിച്ചു, ഇടയിൽ എനിക്ക് അസൂയ തോന്നുന്നു, എൻ്റെ അഭിനന്ദനങ്ങൾ. വെറുതെ പറഞ്ഞു ഭാര്യ രൂപവതി ശത്രു. എടാ ദ്രോഹി, അവൻ്റെ കമൻ്റടി കേട്ട് ഞാൻ ബ്ലഷായിപ്പോയി. ഞങ്ങൾ പരിചയപ്പെട്ട നാളിലെ ആ ബോട്ട് യാത്രയില്ലേ, ആ യാത്രയിൽ ഞാൻ അനുഭവിച്ച മാനസോല്ലാസം പിന്നീട് ഒരിക്കലും എനിക്ക് ലഭിച്ചിട്ടില്ല, മധുവിധുരാത്രികളിൽ പോലും. കാരണം അവളാകെ അസ്വസ്ഥയായി കാണപ്പെടുന്നു, അസംതൃപ്തയായി കാണപ്പെടുന്നു, കാര്യമില്ലാതെ അവൾ കരയുന്നു. എനിക്കാണെങ്കിൽ ഈ കരച്ചിൽ, വിശേഷിച്ചും പെണ്ണിൻ്റെ കരച്ചിലും പിടിച്ചിലും അശേഷം ഇഷ്ടമല്ല. ഞാൻ ചോദിച്ചു, നീ എന്തിനു കരയുന്നു? മിണ്ടാട്ടമില്ല. നീ എന്തിനു കരയുന്നു പറയൂ. ഒന്നുമില്ല, ഒന്നുമില്ല. പറയൂ, കാര്യമെന്താന്ന് പറയൂ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണണം. നേരം വെളുക്കട്ടെ, അമ്മയെ കാണാൻ കൊണ്ട് വിടാം. നേരം വെളുത്തു, കരച്ചിലും തീർന്നു. നിനക്ക് അമ്മയെ കാണണ്ടേ? മറുപടിയില്ല. അപ്പോൾ അമ്മയെ വെറുതെ ഇടയ്ക്ക് പിടിച്ചിട്ടതാ, കാര്യം മറ്റെന്തുമാണ്. എനിക്ക് തോന്നി, വിവാഹത്തിന് മുമ്പ് ഞാൻ അത്ര നല്ലവനായിരുന്നില്ലല്ലോ. എൻ്റെ പഴയ ഇടപാട് വലുത് അവളെ കണ്ടുപിടിച്ചിരിക്കും. പെട്ടിക്കകത്ത് പഴയ 4-5 കത്ത് കിടപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഭാവം മാറി. അവിടെ മുഖത്ത് വെറിയും ശുണ്ഠിയും നിറഞ്ഞു. നിങ്ങൾ സ്വാർത്ഥനാണ്, പിശാചാണ്, മൃഗമാണ്. അവളിനി എന്നെ വിളിക്കാനൊരു തെറിയില്ല. ഞാൻ പകച്ചു നോക്കിയിരുന്നു പോയി. എന്തു വിരോധവും നിന്ദയുമാണ് അവിടെ മുഖത്ത്. പിന്നീട് ഞാൻ മനസ്സിലാക്കി, ഇത് ദാമ്പത്യ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പാണ് ഈ കരച്ചിലും പിടിച്ചിലും. എനിക്ക് മാത്രമല്ല, എല്ലാ ദമ്പതിമാരുടെയും അവസ്ഥ ഇതാണ്. പിന്നെ ഞങ്ങൾ ഇണങ്ങി, 2 വഴക്ക് കഴിഞ്ഞു, പിന്നെയും ഇണങ്ങി. പക്ഷെ പിന്നെയും ഇത് തുടർന്നപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. എത്ര ക്ലേശഭൂഷ്ടമായ ദാമ്പത്യ പദ്ധതിയാണ് എൻ്റെ മുമ്പിൽ നിരന്ന് പടർന്നു കിടക്കുന്നത്. സത്യമായി തോന്നിയ ദാമ്പത്യ സൗഖ്യങ്ങൾ മിഥ്യയായി മാറി ദുഃഖങ്ങളായി. സത്യമായി തോന്നിയ ദാമ്പത്യ സൗഖ്യങ്ങൾ മിഥ്യയായി മാറി ദുഃഖങ്ങളായി. എന്തൊരു ഭാരം അസഹ്യത വേദന എൻ ശിരസ്സേന്തുന്നു ഉൾക്കിരീടം. എന്തൊരു ഭാരം അസഹ്യത വേദന എൻ ശിരസ്സേന്തുന്നു ഉൾക്കിരീടം. സത്യമായി തോന്നിയ ദാമ്പത്യ സഖ്യങ്ങൾ മിഥ്യയായി തോന്നി ദുഃഖങ്ങളായി. ഇതിൽ വളരെ രസകരമായൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വഴക്ക് അവസാനിക്കുന്ന രീതി, പെട്ടെന്നുള്ള പുഞ്ചിരികളും ആശ്ലേഷങ്ങളും. സ്ത്രീ ആസ്വാദനത്തിലുള്ള ഉപകരണമാണ്, അത് അവൾക്കും അറിയാം. അതുകൊണ്ടാണ് അവൾ എന്നും അധസ്ഥിതയാണെന്ന് ഞാൻ പറയുന്നു. അവൾ പുരുഷൻ്റെ അടിമയാണ്, പുരുഷൻ ഉടമയും. അതുകൊണ്ട് സ്ത്രീ പുരുഷനെ വശീകരിക്കാൻ അവളെ തന്നെ ഒഴിഞ്ഞു വയ്ക്കുന്നു. ഇണയത്തൻ മരുതിയിലാക്കാൻ ഇണക്കമാർന്നവളണയും, ഇണയത്തൻ മരുതിയിലാക്കാൻ ഇണക്കമാർന്നവളണയും. വിലാസവതിയായി നിന്നാത്മാവിൽ പിണഞ്ഞു ചുറ്റി പടരും, വിലാസവതിയായി നിന്നാത്മാവിൽ പിണഞ്ഞു ചുറ്റി പടരും. ഇണയത്തൻ മരുതിയിലാക്കാൻ ഇണക്കമാർന്നവളണയും, വിലാസവതിയായി നിന്നാത്മാവിൽ പിണഞ്ഞു ചുറ്റി പടരും. ഞങ്ങളുടെ ദാമ്പത്യ വല്ലരി പുഷ്പിച്ചു. എൻ്റെ ആദ്യത്തെ കുട്ടി ജനിച്ചു. കുട്ടിക്ക് മുല കൊടുക്കുന്നത് ഫാഷനല്ലല്ലോ, പുതിയ ഫാഷൻ മുല കൊടുക്കാതിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കാൻ ഞങ്ങളൊരു വെറ്റ് നഴ്സിനെ നിയമിച്ചു. അവർക്ക് നല്ല ശമ്പളം നൽകിയതുകൊണ്ട് അവരുടെ കുട്ടി ഉപേക്ഷിച്ചിട്ട് വന്നാണ് എൻ്റെ കുട്ടിക്ക് മുല കൊടുത്തത്. ആ നഴ്സിന് ഞങ്ങൾ നല്ല ശമ്പളം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല ശിരോലങ്കാരം എല്ലാം നൽകി. എൻ്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായി. അതിനാണല്ലോ മുല കൊടുക്കാതിരുന്നത്. എൻ്റെ ഭാര്യ കൂടുതൽ വശ്യതയുള്ളവളായി. 2ാമത്തെ കുട്ടി ജനിക്കുന്നതിനിടയിലുള്ള ഇടവേളയിൽ അവൾ ഒരു ഉന്മത്ത മോഹിനിയായി മാറിയിരിക്കുന്നു. അത് കൂടുതൽ ദുസ്സംശയങ്ങൾ വളർത്താൻ കാരണമായി. ദിവസം കഴിയും തോറും ഈ അസുഖം, ദുസ്സംശയം എൻ്റെ മനസ്സിൽ വർദ്ധിച്ചു വന്നേ ഉള്ളൂ. കാരണം പറയണ്ടല്ലോ, അനുദിനമുന്മാദിനിയായാരും അവളെ കൊതിയായി നോക്കും, അനുദിനമുന്മാദിനിയായാരും അവളെ കൊതിയാൽ നോക്കും. തടിച്ചു ദേഹം കൊഴുത്തുമിഴികളിൽ അഴകിൻ മഴവിൽ വിടർന്നു, തടിച്ചു ദേഹം കൊഴുത്തുമിഴികളിൽ അഴകിൻ മഴവിൽ വിടർന്നു. എങ്കിലും എൻ്റെ ധൈര്യം അവിടെ കടിഞ്ഞാണെൻ്റെ കയ്യിലാണല്ലോ. പക്ഷേ
കടിഞ്ഞാൺ പൊട്ടിക്കാൻ മുതിരുന്നൊരു കുതിര കണക്കവൾ നിന്നു. കടിഞ്ഞാൺ പൊട്ടിക്കാൻ മുതിരുന്നൊരു കുതിര കണക്കവൾ നിന്നു. കുതിര കണക്കവൾ നിന്നു. ശാരീരികമായി അവൾക്ക് വന്ന ഈ മാറ്റം കണ്ട് ഞാൻ ഭയന്നുപോയെങ്കിലും അവളെ ഞാൻ അസംതൃപ്തിയാക്കിയില്ല. അവൾ പിന്നെയും പ്രസവിച്ചു. 2 കുട്ടികളുടെ മാതാവ് ആകുന്നവരെ കാലം അങ്ങനെ നീങ്ങി. ഇണങ്ങിയും പിണങ്ങിയും, ഒരു കിടക്കയിൽ ഉറങ്ങിയും 2 കിടക്കയിൽ ഉറങ്ങിയും, ഒരു മുറിയിൽ ഉറങ്ങിയും 2 മുറിയിൽ ഉറങ്ങിയും, പല വൈരുദ്ധ്യങ്ങളിലൂടെ ഇപ്പോഴും അവൾക്ക് ദാമ്പത്യത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ ഒതുങ്ങാൻ മനസ്സ് വന്നിട്ടില്ല. ഒരു സ്വൈരണിയുടെ ഇളക്കം പിടിച്ച കണ്ണുകളാണ് അവൾക്കിപ്പോൾ. അന്യർ അവളെ ശ്രദ്ധിക്കുന്നതിൽ അവൾക്ക് അഭിമാനം. അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് അപ്രധാനമായ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥനായ മട്ടുണ്ട്. വീട്ടുകാര്യങ്ങളൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. കുട്ടികൾ അവൾക്ക് ഒരു കാര്യമല്ല. അരുമക്കിടങ്ങളെ നോക്കില്ലിപ്പോൾ, അവളെ മാത്രം അവൾ നോക്കും. അണിയൽ മേശങ്കരികിൽ നിന്നും അവൾ മാറും നേരമില്ല. അരുമക്കിടങ്ങളെ നോക്കില്ലിപ്പോൾ, അവൾ മാത്രം അണിയൽ മേശങ്കരികിൽ നിന്നും അവൾ മാറും നേരമില്ല. ഉല്ലാസയാത്രകൾ പോകും മെസ്സി എല്ലാ ദിവസവും തനിയെ. ഉല്ലാസയാത്രകൾ പോകും മെസ്സി എല്ലാ ദിവസവും തനിയെ. വയലിൽ വീണ്ടും അനുഭാവപൂർവമെടുത്തു. പൊടി തുടച്ചു തന്തി കെട്ടി വീണ്ടും ശ്രുതി മീട്ടി രാഗങ്ങൾ. അവളുടെ സൗന്ദര്യബോധത്തിന് സമാന്തരമായി ഞാൻ എത്തുന്നില്ല പോലും. അവൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞാൻ പഴഞ്ചനാണത്രേ. മാത്രമല്ല, ഈയിടെ അവൾക്ക് കുറേശ്ശെ കലാസ്വാദന തൃഷ്ണ വളരുന്നു. ആസ്വാദന തൃഷ്ണ മാത്രമല്ല, കലോപാസനയും തുടങ്ങിയിരിക്കുന്നു. നോക്കണേ, ഒരു പെണ്ണും പിള്ളയുടെ സൂക്കേട്. കുട്ടികൾക്ക് സമയത്തിന് വല്ലതും വാരിക്കൊടുത്ത് പാഠങ്ങളും പറഞ്ഞു കൊടുത്ത് വീട്ടിൽ കഴിയേണ്ടവൾ ഇതാ വയലിനുമായിട്ട് കഴിയുന്നു. പൊടി തുടച്ചു തന്തി കെട്ടി വീണ്ടും ശ്രുതി മീട്ടി രാഗങ്ങൾ. അവൾ എന്നോട് മിണ്ടാട്ടമില്ലാതായി. ഞാൻ കുറെ കൂടി വാശിയിലാണ്. ഞാനും അങ്ങോട്ട് മിണ്ടാതായി. ഇനി ആദ്യം ആരാണ് മിണ്ടുന്നത് എന്നാണ് പ്രശ്നം. സാർ, വേലക്കാരി വന്ന് വിളിക്കുന്നു. സാർ, ആഹാരം കഴിക്കാം. ഞാൻ എഴുന്നേറ്റ് ചെന്നു. ഞാനും കുട്ടികളും ഒന്നിച്ച് ആഹാരം കഴിച്ചു. കുട്ടികൾ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കുന്നു. എന്താ സംഭവം എന്ന് അവർക്കറിയില്ലല്ലോ. അമ്മയുടെ ഈ അകൽച്ചയ്ക്ക് കാരണം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ. ആഹാരം കഴിച്ച് തീരുന്നവരെ അവൾ എൻ്റെ അടുത്ത് വന്നില്ലെന്നേ. ആഹാരം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റഡി റൂമിൽ വന്നു. എൻ്റെ മനസ്സിലൊരു പ്രതികാരാഗ്നി ആളിപ്പടരുന്നു. പ്രതികാരദാഹമൊരു കാട്ടുതീ പോൽ ഹൃദയത്തിലാളിപ്പടർന്നു. ഭാര്യാഹൃദയം പൊട്ടിയൊഴുകും ചോരയ്ക്കായി ഞാൻ കൊതിച്ചു. പ്രതികാരദാഹമൊരു കാട്ടുതീ പോൽ ഹൃദയത്തിലാളിപ്പടർന്നു. ഭാര്യാഹൃദയം പൊട്ടിയൊഴുകും ചോരയ്ക്കായി ഞാൻ കൊതിച്ചു. വീട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു. അവൾ ഒറ്റയ്ക്ക് കുറച്ചുനാൾ കഴിയട്ടെ. വീടും കൂടും ഉപേക്ഷിച്ചന്യദേശം പോകുമൊരേകാകി. വീടും കൂടും ഉപേക്ഷിച്ചന്യദേശം പോകുമൊരേകാകി. ആത്മവധം ചെയ്തവൾക്കു നൽകും തീരാ ദുഃഖം ദുരിതം. ആത്മവധം ചെയ്തവൾക്കു നൽകും തീരാ ദുഃഖം ദുരിതം. ഞങ്ങളുടെ ബന്ധം ഈ പതനത്തിലെത്തി നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഏതു മനുഷ്യൻ? പ്രശസ്തനായ കലാകാരൻ, ആ വയലിനിസ്റ്റ് മിസ്റ്റർ ത്രുക്കാഷോവിസ്കി. ഒരു പ്രഭാതത്തിലാണ് അയാൾ വീട്ടിൽ വന്നത്. ഞാൻ അയാളെ സ്വീകരിച്ചിരുത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അയാളെ ഇഷ്ടമായില്ല. എങ്കിലും കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത സംഭാഷണം. സംഗീതത്തെപ്പറ്റിയായിരുന്നു ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. ഒരു സംഗീതപ്രിയനാണ് ഞാനെന്നുള്ളത് സത്യമാണ്. പക്ഷേ മുമ്പൊരിക്കൽ ഞാൻ വയലിൻ പഠിക്കാൻ ആഗ്രഹിച്ചതും ഇടയ്ക്ക് വെച്ചാണ് നിർത്തിയതൊക്കെ അയാളോട് പറഞ്ഞു. അയാൾ പറയുന്നു, സാർ അങ്ങനെ നിർത്താൻ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ശ്രമം തുടർന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അങ്ങ് അറിയപ്പെടുന്നൊരു വയലിനിസ്റ്റ് ആകുമായിരുന്നു. ഓ, എന്തിന്, ഞാനതങ്ങ് കളഞ്ഞു.
പക്ഷേ എൻ്റെ മിസ്സസ് ഇപ്പോഴും ഭംഗിയായിട്ട് വയലും വായിക്കും. ഓഹോ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവളെ വിളിക്കാം, പരിചയപ്പെടുത്താം. കണ്ടോ, വളരെ യാദൃച്ഛികമായിട്ടാണ്, ഒരു കാര്യവുമില്ലാതെയാണ് ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഒരു തരം ബൂർഷ്വാ പൊങ്ങച്ചോ എന്ന് പറയാം, അത്ര തന്നെ. എൻ്റെ ഭാര്യ വന്നു. ഇതാ മിസ്റ്റർ തുർക്കാഷോവ്സ്കി, നീ അറിയോ ഇദ്ദേഹത്തെ? പ്രശസ്തനായ വയലിനിസ്റ്റ്. അവർ പരസ്പരം ഹസ്തദാനം ചെയ്തു. ഗ്ലാഡ് ടു മീറ്റ് യു. ഒരു നിമിഷം അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു. ആദ്യ ദർശനം അവൾക്കു നൽകി അവാച്യമാം സംതൃപ്തി. ആത്മഹർഷം വിടർന്ന മിഴികളിൽ ആസക്തികൾ നുരകുത്തി. ആദ്യ ദർശനം അവൾക്കു നൽകി അവാച്യമാം സംതൃപ്തി. ആത്മഹർഷം വിടർന്ന മിഴികളിൽ ആസക്തികൾ നുരകുത്തി. അവൻ്റെ ആവർത്തിച്ചുള്ള നോട്ടം അത് മര്യാദയുടെ സീമകളെ അതിലംഘിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാമാസക്തി വഴിഞ്ഞൊഴുകും മിഴിയൊഴിഞ്ഞവൻ പലവട്ടം. ഉത്തേജിതയായി കൺമണി അവളുടെ ഉൾപ്പുളക വസന്തം താൽ. ആദ്യ ദർശനം. മിസ്റ്റർ തുർക്കാഷോവ്സ്കി, നിങ്ങൾ സൗകര്യം പോലെ താമസിയാതെ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ആ സംഗീതോപകരണമായിട്ട് ഇവിടെ നിന്ന് വരണം. എന്തിന്? അനുഗ്രഹീതമായ നിങ്ങളുടെ കലാപാഠവും എൻ്റെ ഭാര്യയ്ക്ക് കൂടി ഒന്ന് പകർന്നു കൊടുക്കാൻ സന്മനസ്സുണ്ടായാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. വരാം സാർ, വരാം. ഞാൻ വയലിനുമായിട്ട് വരാം. ക്ഷണിക്കാത്ത താമസമായാൽ സന്നദ്ധനായിരിക്കുന്നു. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. അവൾ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുന്നു. പൊടുന്നതിന് അവൾ പറഞ്ഞു, അയ്യോ വേണ്ട, ഇത്രയും വലിയൊരു കലാകാരൻ്റെ മുമ്പിൽ പോയിരുന്നു വായന പഠിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. സാരമില്ലെന്നേ, നിനക്കറിയാൻ പാടില്ലാത്തൊക്കെ അദ്ദേഹം പറഞ്ഞു തരും. മിസ്റ്റർ തുർക്കോ, നിങ്ങൾ വയലിനുമായിട്ട് വരൂ. പറഞ്ഞ ദിവസം തന്നെ അയാൾ വന്നെത്തിയിരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് എൻ്റെ വീട്ടിൽ സംഗീത പാഠമല്ലേ. എത്ര ഹർഷസായാന്യം, എത്ര സംഗീത സായാന്യം. എത്ര ഹർഷസായാന്യം, എത്ര സംഗീത സായാന്യം. എൻ മനസ്സിൽ തേനല്ല തേൻമുള്ളുകൾ പാകിയ സായാന്യം. എൻ മനസ്സിൽ തേനല്ല തേൻമുള്ളുകൾ പാകിയ സായാന്യം. ഞാൻ എന്നെ തന്നെ പഴിച്ചു തുടങ്ങി. ദുസ്സംശയമേ ദുസ്സംശയമേ നിന്തേൻമുള്ളുകൾ ന്യൂനതയേറ്റി എൻ കരളിൽ. ദുസ്സംശയമേ നിന്തേൻമുള്ളുകൾ ന്യൂനതയേറ്റി എൻ കരളിൽ. സംഗീതത്തിൽ ഞാൻ എത്രമാത്രം ആകൃഷ്ടനാണോ അത്രമാത്രം എൻ്റെ ഉള്ളിൽ ദുസ്സംശയങ്ങൾ നിലനിർത്തി തുടങ്ങിയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ സംഗീതത്തിൽ അമിതമായ ആസക്തി. അങ്ങനെയാണ് അഭിനയം. ഉള്ളു കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നിഗൂഢതകൾ പതിയിരിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് എൻ്റെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ സുപ്രധാനമായ ജോലി. അവിടെ ഞാൻ ബുദ്ധിശൂന്യനായ ഒരു ഭർത്താവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും? ആദ്യ നിമിഷം മുതൽ തന്നെ അവരുടെ കണ്ണുകൾ ഇടയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും നിലയും സമൂഹത്തിലുള്ള സ്ഥാനവും മറന്ന് ആ ഇണകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സഭ്യതരമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ, നിശ്ചയമായും വരൂ, ഞാൻ ഒരുക്കമാണ്. കണ്ണുകൾക്ക് ഇത്ര വാചാലമാകാൻ കഴിയുമോ? ഞാൻ അത്ഭുതസ്തബ്ധനായിരുന്നു പോയി. അപ്പോഴും ഇടയുന്നിതവരുടെ മിഴിമുനകൾ, തെളിയുന്നു കവിൾത്തട്ടിൽ മഴവില്ലുകൾ, ഹൃദയ സല്ലാപമാർന്ന തെളിനോട്ടങ്ങൾ, മദന പരവശമറുനോട്ടങ്ങൾ. ഇടയുന്നിതവരുടെ മിഴിമുനകൾ. ഈ പശ്ചാത്തലത്തിൽ എനിക്കെങ്ങനെ വീട് വിട്ടു പോകാനാവും? എനിക്കെൻ്റെ ജോലിയിലെങ്ങനെ വ്യാപൃതനാകാനാവും? പക്ഷേ ജോലി ഉപേക്ഷിക്കാൻ കഴിയുമോ? അന്നൊരു ദിവസം എക്സിബിഷൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറേ താമസിച്ചിരുന്നു. രണ്ടാളും സംഗീത പാഠത്തിൽ മുഴുകിയിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന് ബെല്ലമർത്തി. അവൾ വന്ന് വാതിൽ തുറന്നു. അങ്ങ് വന്ന എത്ര കാര്യമായി, അവൾ പറയുന്നു. അടുത്ത ഞായറാഴ്ച അതിഥികളൊക്കെ വരുമ്പോൾ എന്താണ് പാടേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങയുടെ അഭിപ്രായം കൂടി അറിയാമല്ലോ.
ഞങ്ങൾ തീരുമാനിച്ചില്ല. അവിടെ ആ ഞങ്ങൾ പ്രയോഗം സുഹൃത്തെ എനിക്ക് തീരെ രസിച്ചില്ല. മിസ്റ്റർ തൃക്കാഷോവ്സ്കി എഴുന്നേറ്റ് വന്നു, എൻ്റെ കൈ പിടിച്ചമർത്തി. സാർ, ഞാൻ 1-2 സംഗീത പാഠം കൊണ്ടുവന്നിട്ടുണ്ട്, ഞായറാഴ്ച പാടാൻ വേണ്ടി. അതിലേത് വേണമെന്ന് ഇനിയും ഞങ്ങൾ തീരുമാനിച്ചില്ല. വീണ്ടും അവൻ്റെ ഞങ്ങൾ. ഞാനൊന്നും പറഞ്ഞില്ല, നിശബ്ദത പാലിച്ചങ്ങനെ നിന്നു. അവസാനം സംഗീത പാഠം കഴിഞ്ഞു. മര്യാദയായി ഞാൻ അയാൾക്ക് യാത്ര പറഞ്ഞു. അയാൾ പോയി. അന്ന് ഞാൻ കുട്ടികളുമൊത്ത് അത്താഴം ഉണ്ണുമ്പോൾ അവൾ ചോദിച്ചു, ഡിസ്ട്രിക്ട് മീറ്റിങ്ങിന് പോകുമ്പോൾ യാത്രയ്ക്ക് എന്തൊക്കെയാണ് ഒരുക്കി വയ്ക്കേണ്ടത്? നിങ്ങളോടാണ് ചോദിച്ചത്, എന്താ മിണ്ടാത്തത്? ഞാൻ മിണ്ടിയില്ല. എൻ്റെ മനസ്സിൽ അവളുടെ മാനസിക വ്യാപാരത്തിൻ്റെ അപഗ്രഥം നടക്കുകയല്ലേ. അവൾ എൻ്റെ യാത്രയ്ക്ക് എന്തൊക്കെ ഒരുക്കി വെക്കണമെന്ന് ചോദിക്കുന്നു. എന്നെ പ്രീണിപ്പിക്കാനല്ലേ? കുറ്റബോധം നിറഞ്ഞ അവളുടെ മനസ്സ് വീശിയെറിഞ്ഞൊരു വലയല്ലേ പരിചര്യാനിരതമായ ആ അഭിനയ സമീപനം? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊന്നും മിണ്ടിയില്ല. എഴുന്നേറ്റ് നടന്നു. എൻ്റെ വായനമുറിയിൽ പോയി കട്ടിലിൽ ചാഞ്ഞു. അവൾ അങ്ങോട്ട് വന്നില്ല. ഞാൻ ദേഷ്യം പിടിച്ചങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ കാലടി ശബ്ദം അടുത്തടുത്ത് വരുന്നു. എന്നെ അനുനയിപ്പിക്കാൻ അവൾ കരുതിക്കൂട്ടി അടുത്ത് വരികയാണ്. മനസ്സിനുള്ളിൽ മറച്ചു നിന്നതി രഹസ്യമാ നിന്നപരാധം, മറയ്ക്കുവാൻ മന്ദഹസിപ്പൂനി മധുരം മുക്കിയ വിഷഗുളിക. മനസ്സിനുള്ളിൽ മറച്ചു നിന്നതി രഹസ്യമാ നിന്നപരാധം, മറയ്ക്കുവാൻ മന്ദഹസിപ്പൂനി മധുരം മുക്കിയ വിഷഗുളിക. എത്ര മനോഹരമാരൂപം, എത്ര സുന്ദരമധരപുടം, എന്തു തിളക്കം കരിമിഴികൾക്കെങ്കിലുമുള്ളിലൊരസ്വാസ്ഥ്യം. എത്ര മനോഹരമാരൂപം, എത്ര സുന്ദരമധരപുടം, എന്തു തിളക്കം കരിമിഴികൾക്കെങ്കിലുമുള്ളിലൊരസ്വാസ്ഥ്യം. വിലാസലാസ്യങ്ങളോട് അവൾ എന്നെ സമീപിച്ചു. ചോദിക്കുന്നു, അങ്ങക്ക് എന്താ സുഖമില്ലേ? കടകടി പുറത്തു. ഞാൻ അവളെ ആട്ടിപ്പുറത്താക്കി. കടകടി പുറത്തു. അവൾ പിടഞ്ഞെണീറ്റു. ഞാൻ പേപ്പർ വെയിറ്റ് കയ്യിലെടുത്തു. അവൾ എഴുന്നേറ്റ് മാറി. ഞാനത് തറയിൽ ആഞ്ഞെറിഞ്ഞു. അവൾ ഭയന്നു പോയി. അവൾ പുറത്തു പോയി. ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. വീണ്ടും വന്ന് കാട്ടിൽ കിടന്നു. പിന്നെയും എഴുന്നേറ്റു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അരമണിക്കൂർ. എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? ഞാൻ ചെയ്തത് പോരായെന്ന് തോന്നുന്നു. കഥകു തുറന്നു എന്ന് അവളെ പിടിച്ച് ഇനിയും അവളെ ആക്രമിച്ചാലും എൻ്റെ ഉള്ളിൽ ദേഷ്യം ആളിപ്പടർന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ താനെ കെട്ടടങ്ങി. വാതിൽ ആരോ മുട്ടുന്നു. സാർ, സാർ. വേലക്കാരിയാണ്. സാർ, കൊച്ചമ്മ സുഖമല്ല കിടക്കും സാർ. എന്തൊക്കെ പിച്ചും പേയും പറയുന്നു. അപസ്മാരമാണെന്ന് തോന്നുന്നു. സാർ, സാർ വരൂ സാർ. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. അവിടെ കിടക്കരികിലെത്തി. അവൾ എന്നെ കണ്ടു. എൻ്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ അരികിലിരുന്നു. കടഞ്ഞെടുത്ത മാതിരിയുള്ള അവിടെ കരം ഗ്രഹിച്ചു. കണ്ണീർ തുടച്ചു. അളകങ്ങൾ മാടിയൊതുക്കി. അവളെ തലോടി, തഴുകി, സാന്ത്വനപ്പെടുത്തി. ഞാൻ അവളെ എൻ്റെ മാറോട് ചേർത്ത് തഴുകി. ഞാൻ അവിടെ കാതിൽ മന്ത്രിച്ചു, എൻ്റെ പൊന്നുമോളല്ലേ, ഞാൻ ദേഷ്യപ്പെട്ടത് മറന്നു കളയൂ. അവൾ കരയും, പൊട്ടിച്ചിരിക്കും, പിന്നെയും തെങ്ങിക്കരയും. ശരിക്കും ഹിസ്റ്റീരിയ തന്നെ. നേരം 2-ാം യാമം കഴിയുവോളം ആ രോഗത്തിന് പിടിയുന്നവളും അവൾക്ക് മോചനം ലഭിച്ചില്ല. വെളുപ്പാങ്കാലമായപ്പോൾ അവൾക്ക് അസുഖം കുറഞ്ഞു വന്നു. എനിക്ക് ആശ്വാസമായി. ഞങ്ങൾ പരസ്പരം ഇണങ്ങി. മാനസികമായി മാത്രമല്ല, ശാരീരികമായും. കൂരിരുളേറിയ കാളരാത്രിതൻ കാളിമമാഞ്ഞു ഉഷസന്ധ്യ വന്നു. കൂരിരുളേറിയ കാളരാത്രിതൻ കാളിമമാഞ്ഞു ഉഷസന്ധ്യ വന്നു. രോഗമൊഴിഞ്ഞു പ്രസന്നയായി കൺമണി എന്തേഹദാഹത്തിൽ വശംവദയായി. രോഗമൊഴിഞ്ഞു പ്രസന്നയായി കൺമണി എന്തേഹദാഹത്തിൽ വശംവദയായി. കൂരിരുളേറിയ കാളരാത്രിതൻ കാളിമമാഞ്ഞു ഉഷസന്ധ്യ വന്നു. എൻ്റെ സുഹൃത്തുക്കളെയെല്ലാം ഞാൻ ക്ഷണിച്ച ദിവസം ആ ഞായറാഴ്ച എത്തി. എൻ്റെ ഭാര്യയുടെ കലാപാഠവും പ്രകടിപ്പിക്കാൻ എൻ്റെ കലാപ്രേമികളായ സുഹൃത്തുക്കളെല്ലാം ക്ഷണിച്ച ദിവസം. സംഗീത സായാഹ്നത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സുഹൃത്തുക്കളെല്ലാം വന്നു ചേർന്നിരിക്കുന്നു.
അവസാനം അനുഗ്രഹീതനായ ആ കലാകാരനും മിസ്റ്റർ തൃക്കാഷോവ്സ്കി വന്നെത്തി. അതിഥികളെല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. അയാളുടെ ഒരു വേഷവിധാനം, വൈരക്കുടുക്കളും മറ്റും ധരിച്ചുള്ള വരവ് വളരെ താണതരം അഭിരുചി വിളിച്ചറിയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അയാൾ വളരെ സ്വാഭാവികമായിട്ട് പെരുമാറി. എല്ലാം തനിക്ക് വളരെ നിസ്സാരമെന്ന സ്റ്റൈലിൽ. മ്യൂസിക് കോൺസെർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. അതിഥികളെല്ലാം ഭക്ഷണത്തിൻ്റെ രസത്തിൽ മുഴുകിക്കഴിയുമ്പോൾ ഞാൻ അവർ തമ്മിലുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു, അവരുടെ ചലനങ്ങളും പരസ്പര വീക്ഷണങ്ങളും. ഡിന്നർ കഴിഞ്ഞു. അതിഥികൾ മ്യൂസിക് ഹാളിൽ ആസനസ്ഥരായി. മുഖ്യ അതിഥികളോടൊപ്പം ഞാൻ മുൻസീറ്റിലിരുന്നു. അവർ സ്റ്റേജിലെത്തി. ആദ്യം അയാളാണ് സ്റ്റേജിൽ കയറിയത്, രണ്ടാമത് അവൾ സ്റ്റേജിൽ കയറുന്ന നേരത്ത് എൻ്റെ അരികിൽ വന്ന് അനുവാദം ചോദിക്കുന്ന മാതിരി നിന്നു. അതിഥികൾ നിൻ്റെ സനാറ്റ കേൾക്കാൻ കാത്തിരിക്കുന്ന കണ്ടില്ലേ, സമയം കളയുന്ന കയറി തുടങ്ങിക്കോളൂ. ഞാൻ അവൾക്ക് അനുവാദം നൽകി, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി. പുറംപൂച്ചിനുള്ള അനുവാദം, അഭ്യർത്ഥനയും സമ്മതം നൽകലും. വേദിയിൽ അവർ രണ്ടാളും അടുത്തടുത്ത് നിന്നു. അയാളുടെ ഓരോ ചലനവും ഞാൻ സുസൂക്ഷ്മം പരീക്ഷിക്കുകയാണ്. അയാൾ വയലിൻ എടുത്തതും അതിന് കവർ നീക്കിയതും, ആ കവർ അയാളുടെ ഒരു ആരാധിക തുന്നിക്കൊടുത്താണ് പോലും. എൻ്റെ ഭാര്യ അപ്പോൾ വളരെ അഭിനയിക്കുന്ന നിസ്സംഗതയോടെ പിയാനോയുടെ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. വയലിനും പിയാനോയും ശബ്ദിച്ചു. അവർ പരസ്പരം കടാക്ഷിച്ചു പുഞ്ചിരി തൂകി ഓഡിയൻസിന് നേർക്ക് നോക്കി. അവർ തമ്മിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് ആരംഭിച്ചു. അയാളുടെ മുഖം ഗംഭീരമായി, ഗൗരവതരമായി. വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം. വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം. രാഗതാളരസമാധുരിയൂരി രാഗവിവശരായി ഗായകയുഗ്മം, രാഗതാളരസമാധുരിയൂരി രാഗവിവശരായി ഗായകയുഗ്മം. വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം. വിധോവനൊന്നൊരു ഗന്ധർവൻ വിരചിച്ച സുന്ദരഗാനം, വിധോവനൊന്നൊരു ഗന്ധർവൻ വിരചിച്ച സുന്ദരഗാനം. വിശ്വവിമോഹനമായ സനാറ്റ വിശ്രുതമാഷ്ട സനാറ്റ, വിശ്വവിമോഹനമായ സനാറ്റ വിശ്രുതമാഷ്ട സനാറ്റ. വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം. വിരലുകൾ തന്തികൾ തോറും വിലോല നൃത്തം ചെയ്തു, വിരഹഗാനരസമാധുരിയൂരി വിഹ്വലമായി ജനചിത്തം. സദസ്യരുടെ കരഘോഷം ഉയർന്നു, നീണ്ടുനിന്ന കരഘോഷം. അതിഥികളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ. എൻ്റെ ഭാര്യയെ പ്രശംസിച്ചു പറഞ്ഞവർ പലരും വാക്കുകൾ കിട്ടാതെ എൻ്റെ കൈപിടിച്ചു കുലുക്കി. അവരുടെ സർഗശക്തികളെ വളർത്തിവിടാൻ സാഹചര്യമൊരുക്കിയ സാംസ്കാരിക നായകനാണ് പോലും ഞാൻ. വയലിൻ വായിക്കാൻ അവൾക്ക് അവസരം നൽകിയതും പ്രശസ്തനായ ഒരു കലാകാരൻ്റെ ശിക്ഷണം അവൾക്ക് ലഭ്യമാക്കിയതും നന്നായി എന്നെനിക്കും തോന്നി. അന്ന് രാത്രി അത്താഴവിരുന്ന് കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ ആ കലാകാരൻ എന്നോട് പറയുന്നു, സാർ, അങ്ങ് ആവശ്യപ്പെടുമ്പോഴെല്ലാം എൻ്റെ സേവനം അങ്ങക്ക് ലഭിക്കും. വളരെ സന്തോഷം. എനിക്ക് സമാധാനമായി. ഞാൻ ആവശ്യപ്പെടുമ്പോഴല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സേവനം. അടുത്ത ദിവസം രാവിലെ ഞാനും വീട് വിട്ടു ഡിസ്ട്രിക്ട് മീറ്റിങ്ങിന് വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞു. ഞാനൊരു ലോഡ്ജിലാണ് താമസം. ഒരു ദിവസം ഓഫീസ് വിട്ട് ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ അത് അവിടെ കത്ത് വന്ന് കിടക്കുന്നു. മിസ്റ്റർ തൃക്കോ വീട്ടിൽ വന്നിരുന്നു. നല്ലൊരു സംഗീത ഭാഗം കൊണ്ടുവന്നു. അത് എന്നെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഓഹോ, ആ കത്തിൻ്റെ സ്വരം
നിരുപദ്രവമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അത് അസ്വാഭാവികമായിട്ട് തോന്നി. ഞാൻ ക്ഷണിക്കാതെ അയാൾ അവിടെ വരിക, അതും അസ്വാഭാവികമായിട്ട് തോന്നി. അനാവശ്യമായി തോന്നി. മര്യാദകളുടെ സീമകളെ ലംഘിച്ചിരിക്കുന്നത് തോന്നി. ഒരുപക്ഷെ അവൾ ക്ഷണിച്ചിരിക്കും. ഞാനില്ലാത്ത സമയത്തുള്ള ട്യൂഷന് കൂടുതൽ ആസ്വാദ്യത കണ്ടേക്കും. ഭ്രാന്ത് പിടിച്ച ദുസ്സംശയങ്ങൾ. ദുസ്സംശയം ഒരു ഹിംസജന്തുവാണ്. അത് അതിൻ്റെ കൂട്ടിൽ കിടന്ന് മുരളാനും കുതിച്ചു ചാടാനും തുടങ്ങിയിരിക്കുന്നു. എത്ര ഭയാനകമായൊരു ഫീലിംഗാണ് ഈ ദുസ്സംശയം എന്ന് നോക്കണം. ഞാൻ എൻ്റെ കിടക്കയിൽ പോയി വീണു. അവിടെ കത്ത് എന്നെ മാറിലങ്ങനെ കിടന്നു. ഒന്നും ഉണ്ടായിട്ടല്ല. എന്നിട്ടും ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. എങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതണ്ട. അന്ന് മ്യൂസിക് കോൺസെർട്ടിൻ്റെ അന്ന് അതിഥികൾ പൊയ്ക്കഴിഞ്ഞത് പിന്നെ അത്താഴ വിരുന്ന് വേളയിൽ അയാൾ അവിടെ ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് നോക്കിയ അർത്ഥഗർഭമായ നോട്ടം, രണ്ടുപേരുടെയും മന്ദസ്മിതം, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, അവളെന്തിനു കുറ്റം? ഞാൻ വെറുതെ കുറ്റം പറയണം? തടിച്ചു കൊഴുത്ത തരുണൻ സുഭകൻ ശക്തനവൻ യുവഗായകൻ. തടിച്ചു കൊഴുത്ത തരുണൻ സുഭകൻ ശക്തനവൻ യുവഗായകൻ. അനുഗ്രഹീത കലാകാരൻ പിന്നവിവാഹിത യുവകോമളൻ. അനുഗ്രഹീത കലാകാരൻ പിന്നവിവാഹിത യുവകോമളൻ. പടർന്നു കയറും പൂവല്ലിയവൾ വിടർത്തി നൽകും പൂങ്കുലകൾ. പടർന്നു കയറും പൂവല്ലിയവൾ വിടർത്തി നൽകും പൂങ്കുലകൾ. പരിത്യജിക്കില്ലതിന്റെ മാദക സുഗന്ധമി യുവഗായകൻ. പരിത്യജിക്കില്ലതിന്റെ മാദക സുഗന്ധമി യുവഗായകൻ. തടിച്ചു കൊഴുത്ത തരുണൻ സുഭകൻ ശക്തനവൻ യുവഗായകൻ. അനുഗ്രഹീത കലാകാരൻ പിന്നവിവാഹിത യുവകോമളൻ. എനിക്ക് ലോഡ്ജിൽ ഇരിപ്പുറയ്ക്കുന്നില്ല. എനിക്ക് ഉടനെ വീട്ടിലെത്തണം. അതും അപ്രതീക്ഷിതമായ സമയത്ത്. ആ സമയത്ത് കടന്നു ചെല്ലണം. ഞാൻ വണ്ടി പിടിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ സമയത്ത് വീട്ടിൽ ചെന്ന് കയറാൻ പാകത്തിലാണ് എൻ്റെ പുറപ്പാട്. പക്ഷേ എൻ്റെ കണക്കൂട്ടലിൽ ഒരു ചെറിയ പാളിച്ച പറ്റി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ കുതിരവണ്ടിക്കൊരു റിപ്പയർ വേണ്ടി വന്നു. വണ്ടിയുടെ എല്ലാ റിപ്പയറിങ്ങും കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ നേരം പരപരാ വെളുക്കുന്നു. ആ സമയത്തെ യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സുഖപ്രദമായിട്ട് തോന്നി. കിഴക്ക് ചന്ദ്രക്കല തെളിഞ്ഞു നിൽക്കുന്നു. ലോകമുണർന്നില്ല ഈ തരുവീതി. ശോകവിമൂകം ശാന്തം. ലോകമുണർന്നില്ല ഈ തരുവീതി. ശോകവിമൂകം ശാന്തം. പിണക്കമാർന്നവൾ യാമിനി പോയി. വിഭാതചന്ദ്രൻ വിളറി. പിണക്കമാർന്നവൾ യാമിനി പോയി. വിഭാതചന്ദ്രൻ വിളറി. ലോകമുണർന്നില്ല ഈ തരുവീതി. ശോകവിമൂകം സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകിട്ടേ ഉള്ളൂ വണ്ടി. വളരെ നല്ലത്. ഒരു ദിവസം താമസിച്ചാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ആ സമയത്ത് വീട്ടിലെത്താമല്ലോ. ഗേറ്റിലിറങ്ങിയപ്പോൾ ഡൈനിങ് റൂമിൽ വെളിച്ചം തോന്നി. ഞാൻ സിറ്റ് ഔട്ടിൽ കടന്നു. വാച്ച്മാൻ പെടഞ്ഞെണീറ്റു. എനിക്ക് സല്യൂട്ട് തന്നു. ആരാടോ അകത്ത്? ആ വയലിൻകാരൻ. എൻ്റെ വയറ്റിൽ തീ ആളിക്കത്തി. ഞാൻ എൻ്റെ പഠനമുറിയിലേക്ക് മാറി. എനിക്ക് കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല.
കുട്ടികളെല്ലാം വായന കഴിഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. വീട്ടിലെല്ലാവരും ഉറക്കം. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ഞാനില്ലാത്ത രാത്രിയിൽ അവൾക്ക് ദാഹം തീർക്കാൻ തക്ക ഇണയെ ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്നു. ഞാൻ വാച്ച്മാനെ വിളിച്ചു. ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഞാൻ മറന്നിട്ട് പോയ യാത്രാ ബാഗ് സ്റ്റേഷനിൽ പോയി വാങ്ങിച്ചുകൊണ്ടുപോകാൻ അയാളെ പറഞ്ഞു വിട്ടു. അകത്ത് പ്ലേറ്റുകളും സ്പൂണുകളും തമ്മിൽ തട്ടുന്ന ശബ്ദം, ഇടയ്ക്ക് രണ്ടുപേരുടെയും അടക്കിയ ചിരി. രണ്ടുപേരും കൂടി ഏകാന്തമായ രാത്രിയിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സുഖമായി അങ്ങനെ വിലസുന്നു. എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതെന്തു വഞ്ചന, ഇതെന്തു ക്രൂരത, ഇതെന്തു നിഷ്ഠുര ഹൃദയശൂന്യത. ഇതെന്തു വഞ്ചന, ഇതെന്തു ക്രൂരത, ഇതെന്തു നിഷ്ഠുര ഹൃദയശൂന്യത. അടിതകർന്നൊരൻ വിവാഹ ജീവിത വിശുദ്ധ നൗകത അടിഞ്ഞു സിന്ധുവിൽ. അടിതകർന്നൊരൻ വിവാഹ ജീവിത വിശുദ്ധ നൗകത അടിഞ്ഞു സിന്ധുവിൽ. ഇതെന്തു വഞ്ചന, ഇതെന്തു ക്രൂരത, ഇതെന്തു നിഷ്ഠുര ഹൃദയശൂന്യത. അടിതകർന്നൊരൻ വിവാഹ ജീവിത വിശുദ്ധ നൗകത അടിഞ്ഞു സിന്ധുവിൽ. ഞാൻ എഴുന്നേറ്റു. എൻ്റെ പ്രൈവറ്റ് മുറി കടന്നു. ലൈറ്റ് തെളിച്ചു. ഞാൻ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ആ തോക്ക് ഭിത്തിയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വളഞ്ഞ കവറിട്ട കഠാര ഭിത്തിയിൽ ആണിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ പൊടുന്നനെ അതെടുത്ത് കവർ നീക്കി. അത് ദംഷ്ട കാട്ടി ചിരിക്കുന്ന പോലെ. ഞാനത് പുറകിൽ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പെട്ടെന്നാണ് അവർ ഇരിക്കുന്ന മുറിയിൽ കടന്നു ചെന്നത്. അവൻ പിയാനോയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അവൾ തൊട്ടുരുമ്മി നിൽക്കുന്നു. എന്നെ കണ്ട് അവൾ വിളറി ലേശം പുറകോട്ട് മാറി. ഞാൻ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. അവൻ കുതിച്ചു ചാടി പിയാനോയുടെ മറുവശത്ത് വീണു. ഞാൻ അവനെ പിന്തുടർന്നപ്പോഴേക്ക് എന്റെ കാലിൽ ചങ്ങല വീണിരിക്കുന്നു. അവൾ എന്റെ കാലിൽ കെട്ടിവീണ് കേണപേക്ഷിക്കുന്നു. അരുത്, അയ്യോ, ഒന്നും ചെയ്യരുത്. ഞാൻ കാൽ വളഞ്ഞു. എന്റെ മുഖം പൈശാചികമായി. ഇതിനിടെ അവൻ മുറിവിട്ട് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ കോപാഗ്നി ആകാശത്തോളം കത്തിയിരുന്നു. ഞാൻ അവളെ ലക്ഷ്യമാക്കി കഠാര ഉയർത്തി. അവൾ പിടിവിട്ട് കിടക്കയിലേക്ക് ഓടി. അവൾ ചെന്ന് കിടക്കയിൽ വീണതും പിന്നാലെ ഒരു സിംഹത്തെ പോലെ അലറി വിളിച്ചുകൊണ്ട് എന്റെ കയ്യിലിരുന്ന കഠാര അവളുടെ ശരീരത്തിൽ ഇടത്തെ വാരിയെല്ലിൻ കൂട്ടിൽ അതിന്റെ പിടിയോളം താണിറങ്ങിയത് ഒന്നിച്ചു. അടുത്ത നിമിഷം എന്റെ കോപാഗ്നി കെട്ടടങ്ങി. അവളുടെ ഭയാക്രാന്തമായ നിലവിളിയുടെ ഒച്ചയും താണ് ഞരക്കം മാത്രമായി. ഞാൻ ആ കഠാര വലിച്ചൂരി. എൻ്റെ കിടക്ക രക്തത്തോണിയായി മാറി. ആയുധം ഞാൻ അവിടെ അരികിൽ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് പാഞ്ഞു. ഇതിനിടെ കുട്ടികൾ ഉണർന്നു. മുറിയിലേക്ക് ഓടി വരുന്നു. ഞാൻ പുറത്തേക്ക് പായുകയാണ്. എൻ്റെ കാലിൽ തട്ടി എൻ്റെ മൂത്ത മകൾ വീണു. ഒന്നും കൂട്ടാക്കാതെ ഞാൻ എൻ്റെ മുറിക്കുള്ളിൽ കടന്ന് സാക്ഷിയിട്ടു. അകത്ത് കൂട്ടക്കരച്ചിൽ. ആരൊക്കെയോ വാതിൽ തട്ടി വിളിക്കുന്നു. ആരൊക്കെയോ പിന്നെയും തട്ടി വിളിക്കുന്നു. എഴുന്നേൽക്കാൻ ഞാൻ അശക്തനായിരുന്നു. വാതിൽ പിന്നെയും ആരോ വന്ന് മുട്ടി വിളിക്കുന്നു. അവസാനം അവരും കുഴഞ്ഞ ലക്ഷണം. ആരും മുട്ടാതെയായി. സുഹൃത്തെ, നേരം പുലർന്നു. വീണ്ടും ആരോ വാതിൽ തട്ടി വിളിച്ചു. ഞാൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. വാതിൽ തുറന്നു. ഒരു സംഘം പോലീസ്. സ്നേഹിത, പ്രിയപ്പെട്ട സഹയാത്രിക, കസ്റ്റഡിയിലിരിക്കുന്ന ഞാൻ പിന്നീട് അറിഞ്ഞു എൻ്റെ ഭാര്യ ആശുപത്രി വെച്ചു മരണമടഞ്ഞ കാര്യം. 7 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് വരികയാണ് ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും. നമുക്ക് പിന്നെ കാണാം. ഗുഡ് ബൈ.
തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം നീട്ടക്കാരൻ. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ കൂർത്തമുഖം നീട്ടക്കാരൻ. സനാറ്റ സനാറ്റ സനാറ്റ.